തീർച്ചയായിട്ടും ബ്രസീൽ ഒരു തരത്തിലും നമ്മൾ ബ്രസീലിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത അൺക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കളിയാണ് കളിച്ചത്. 34% മാത്രമാണ് ബ്രസീലിന് ബോൾ പൊസിഷൻ. നോർവേ സത്യത്തിൽ എന്താ ചെയ്തത്? നോർവേ ചെയ്തത് എന്തായിരുന്നു അവിടെ നോർവേയുടെ ഒരു മാജിക്? എനിക്ക് തോന്നിയത് ഒരു ഫസ്റ്റ് നമ്മൾ ഹൈഡ്രേഷൻ ബ്രേക്ക് ഉണ്ടല്ലോ, അപ്പോൾ അതുവരെയുള്ള ടൈമിൽ തന്നെ നമുക്ക് നോക്കിയപ്പോൾ തന്നെ ശരിക്കും നോർവേയുടെ ഒരു ഗെയിം പ്ലാൻ എനിക്ക് വ്യക്തമായി തോന്നിയിട്ടുണ്ടായിരുന്നു. അതായത് മാക്സിമം ബോൾ പൊസസ് ചെയ്തിട്ട് ബ്രസീലിന് അവരുടെ നാച്ചുറൽ ഗെയിം കളിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ പൊസസ് ചെയ്തിട്ട് ഒരു ഡിഫൻസിൽ ഒതുങ്ങിയിട്ടൊന്നല്ല, അവർ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ബോൾ പൊസസ് ചെയ്തിട്ട് കൊണ്ടുപോയിട്ട് എങ്ങനെയെങ്കിലും ഗോൾ അടിക്കുക, ഹാളണ്ടിലേക്കോ ഒക്കെ ബോൾ എത്തിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അതേസമയം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളെ തുടക്കത്തിന് മനസ്സിലാവുന്ന എനിക്ക് ബോൾ വിട്ടുകൊടുക്കാതിരിക്കാനുള്ളത്, ആ ഒരു പൊസഷൻ ഗെയിം. അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്രസീലിന് എനിക്ക് തോന്നിയത് എന്താ പറയുക, ഹൈഡ്രേഷൻ ബ്രേക്ക് വരെയുള്ള ഒരു 10-15-20 മിനിറ്റുള്ള കളി കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ എന്താ പറയുക, ഞാൻ വിചാരിച്ചു ഒരു പക്ഷേ ഒരു ടാക്റ്റിക്കൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തിയിലൂടെ ബ്രസീൽ ഒരു പക്ഷേ തിരിച്ചു വരും എന്നുള്ളത്. പക്ഷെ അതൊന്നും കാണാൻ പറ്റിയില്ല. ബ്രസീലിൻ്റെ ആ രീതിയിൽ വീണ്ടും നമ്മൾ ഒരു കളിയുടെ നിയന്ത്രണം നോർവേയുടെ അടുത്ത് ഉണ്ടാകുന്നതാണ് കാണുന്നത്. തീർച്ചയായിട്ടും അതാണ് ഇതിൽ വലിയ രൂപത്തിലൊരു അത്ഭുതം ഉണ്ടാക്കിയത്. ഒരു തരത്തിലും ബ്രസീലിന് ബോൾ പൊസിഷൻ കൊടുക്കാതിരിക്കാൻ നോർവേ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ബോൾ പൊസിഷൻ ഇല്ലെങ്കിൽ പിന്നെ ബ്രസീലിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് അവർ വർക്കൗട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു സംഭവം തന്നെ ആവണം.